ഗൈസ്, വെൽക്കം ടു മഞ്ഞുപോലൊരു ഫാമിലി വ്ലോഗ്സ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ജീന. ലാസ്റ്റ് ടൈം നമ്മളൊരു ഷോർട്ട് ഇട്ടായിരുന്നു അല്ലേ? എൻ്റെ ഒരു ഓൺ വോയിസ് ക്ലിപ്പായിട്ട് ഇട്ടിരുന്നു. അപ്പോൾ എന്നോട് കുറേ പേര് പറഞ്ഞു, ജീന ഷോർട്സ് ആയിട്ട് ഇടാതെ നീ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യ്, ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ പറ്റിയെന്ന്. സോ ഞാനും വിചാരിച്ചു അങ്ങനെ തന്നെ ചെയ്യാം. പക്ഷേ എപ്പോഴും എല്ലാവരും തിരക്കിട്ട് ലൈഫല്ലേ, ഒരു ഫുൾ വീഡിയോ കണ്ടിരിക്കാനുള്ള ക്ഷമ ഈ കാണുന്ന നിങ്ങൾക്ക് പോലും ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ഷോർട്സ് ഇട്ട് പോകാമെന്ന് വിചാരിച്ചത്. എന്നാലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ ചോയ്സസ് ആണ്, അല്ലെങ്കിൽ അവരുടെ സജഷൻസ് ആണ് നമ്മുടെ ചാനലിലെ മുമ്പോട്ട് പോകാനുള്ള പ്രചോദനം അല്ലേ? എപ്പോഴും തന്നെ നമ്മൾ വരുന്ന പോസിറ്റീവ് ആയിട്ടുള്ള സജഷൻസ് ആണെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള സജഷൻസ് ആണെങ്കിലും നമ്മൾ പോസിറ്റീവായിട്ട് തന്നെ അക്സെപ്റ്റ് ചെയ്യാറുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള കറക്ഷൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ വരുത്താൻ ശ്രമിക്കാറുമുണ്ട്. സോ ഗൈസ്, ഞാൻ ഇന്നൊരു ചെറിയ വീഡിയോ ആണ്, ഒത്തിരി ലെങ്ത് ഉണ്ടാവില്ല എന്ന് ആദ്യം തന്നെ ഞാൻ പറയാണ്. ഞാനിപ്പോൾ ഇന്ന് ഈ വീഡിയോയ്ക്ക് ഒരു ടോപ്പിക് ആയിട്ട് എടുത്തിരിക്കുന്നത് എന്താണെന്നറിയോ? നമ്മുടെ സ്റ്റാറ്റസുകളെ പറ്റിയിട്ടാണ്. നിങ്ങളുടെ ചുറ്റിൽ ഒരുപാട് പേരുണ്ടായിരിക്കും, ചിലപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്ന നിങ്ങളും സ്റ്റാറ്റസുകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരായിരിക്കും. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ റീൽസ് സ്റ്റാറ്റസ് കാണുന്നതിനെ പറ്റിയല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ സ്വന്തം വാട്സാപ്പിലൊക്കെ നമ്മൾ ആരെങ്കിലും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ചില സ്റ്റാറ്റസുകൾ ഇടാറുണ്ട് അല്ലേ? സി, നിങ്ങളുടെ മുഖത്തൊരു ചിരി വരുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന ഒരാളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കറിയുന്ന ഒരുപാട് പേര് അങ്ങനെ സ്റ്റാറ്റസ് ഇട്ട് അവരുടെ എക്സ്പ്രഷൻസ് ഒക്കെ കാണിക്കുന്ന ആളുകളായിരിക്കും. പക്ഷെ കുറേ ആളുകൾ അതിനെ ഇഷ്ടപ്പെടുന്നതിനോടൊപ്പം കുറേ ആൾക്കാർ അതിനെ കാണുമ്പോൾ വിമർശിക്കാറുണ്ട്. അപ്പോൾ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ ഇവർ എന്തിനാ അതൊക്കെ സ്റ്റാറ്റസ് ആയിട്ട് ഇടുന്നത്, ഇവർക്ക് ഡയറക്റ്റ് പറഞ്ഞാൽ പോരെ ആളുകളോടൊന്ന്. പക്ഷെ പലപ്പോഴും നമുക്ക് ഡയറക്റ്റായിട്ട് കൺവേ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങൾ ആളുകൾ സ്റ്റാറ്റസിൽ കൂടി കൺവേ ചെയ്യാറുണ്ട്. തീർച്ചയായിട്ടും ഞാനും അങ്ങനെ ഒരു ചെയ്യുന്നൊരു വ്യക്തിയാണ് കേട്ടോ. ഡയറക്റ്റ് നമുക്ക് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ എന്ന് നമ്മളപ്പോൾ ചിന്തിക്കും. നമുക്ക് ഡയറക്റ്റ് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം. പക്ഷെ ചില കാര്യങ്ങൾ നമുക്ക് ഡയറക്റ്റ് പറയാതെ തന്നെ ഈ സ്റ്റാറ്റസിൽ കൂടിയൊക്കെ നമ്മളത് എക്സ്പ്രസ് ചെയ്യുമ്പോൾ അത് കാണുന്ന ഒരു ഓപ്പോസിറ്റ് പേഴ്സണിൻ്റെ ഒരു റിയാക്ഷൻ ഉണ്ടാവും. നമ്മളിപ്പോൾ അവരോടുള്ളൊരു ഗ്രാറ്റിറ്റ്യൂഡ് ആയിക്കോട്ടെ, അവരോടുള്ളൊരു സ്നേഹം ആയിക്കോട്ടെ, നമ്മൾ നമ്മളുടെ ഒരു വാട്സാപ്പ് സ്റ്റാറ്റസിൽ ഇടുമ്പോൾ അവരുടെ പേര് മെൻഷൻ ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് സ്റ്റാറ്റസ് ഇട്ടിട്ട് നമ്മൾ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യും. നമ്മൾ ആക്ച്വലി അവരെ മൈൻഡിൽ കണ്ടിട്ടായിരിക്കും നമ്മൾ ആ സ്റ്റാറ്റസ് വീഡിയോ ഇടുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇടുമ്പോൾ നമ്മൾ ഇടുന്ന ഒരു സ്റ്റാറ്റസ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ എല്ലാവർക്കും വേണ്ടി ഉദ്ദേശിച്ചിട്ടായിരിക്കില്ല നമ്മൾ എല്ലാ വീഡിയോസും ഇടുന്നത്. ശരിയല്ലേ ഗൈസ്? നമ്മൾ പൊതുവിൽ എല്ലാവർക്കും മോട്ടിവേഷനിലാകുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ വാട്സാപ്പ് സ്റ്റാറ്റസിലൊക്കെ ഇടാറുണ്ട്. പക്ഷേ സ്പെഷ്യലി ചില വീഡിയോസ് എന്ന് പറയുന്നത് നമ്മൾ ചിലരെ മാത്രം ഉദ്ദേശിച്ചിട്ടുള്ളതായിരിക്കും. പക്ഷേ നമ്മളത് അവരുടെ പേര് മെൻഷൻ ചെയ്തില്ലെങ്കിൽ പോലും ഇടുന്ന അവർക്കും അറിയാം, കാണുന്ന നമുക്കും അറിയാം അത് ആരെ ഉദ്ദേശിച്ചിട്ടാണ് ഉള്ളതാണെന്ന്. അപ്പം നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് അവരോട് നമുക്ക് പറയാനുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നന്ദി, സ്നേഹം, കാര്യങ്ങളൊക്കെ ഒരു സ്റ്റാറ്റസിൽ കൂടി എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് അവരുടെ മുഖത്തുണ്ടാവുന്ന ഒരു സന്തോഷമുണ്ട്. അല്ലെങ്കിൽ അവരെന്നെ ഇത്രയും കാര്യമായി കരുതുന്നല്ലോ എന്ന് കാണുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ അവരുടെ മുഖത്ത് വരുന്നൊരു ചിരിയുണ്ട്, അവരുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ഒരു സന്തോഷമുണ്ട്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ചിലപ്പം ഡയറക്റ്റ്ലി അവരോട് ചെന്നിട്ട് എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്, അല്ലെങ്കിൽ നിങ്ങൾ ആ ചെയ്ത ഒരു കാര്യം വളരെ ചെറിയ കാര്യമായിക്കോട്ടെ, ഇപ്പം നമുക്ക് ഓഫീസിൽ നമ്മുടെ ഒരു കൊളീഗ് നമുക്കൊരു കോഫി ഓഫർ ചെയ്യുന്നതായിക്കോട്ടെ, നമുക്കൊരു ലിഫ്റ്റ് തരുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ അത്രയും ക്രൂഷ്യൽ ആയിട്ടുള്ള മൊമെന്റ്സിൽ നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരാളായിക്കോട്ടെ, ചിലപ്പോൾ നമ്മുടെ സ്നേഹം അല്ലെങ്കിൽ സന്തോഷം, അവരോടുള്ള നമ്മുടെ ഒരു അറ്റാച്ച്മെന്റ് ഒക്കെ ചിലപ്പോൾ നമുക്ക് വാക്കുകളിൽ കൂടെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞത് വളരെ ചെറിയ നിസ്സാരപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. പക്ഷെ നമ്മുടെ ലൈഫിൽ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ചില സിറ്റുവേഷൻസിൽ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ചില ഫ്രണ്ട്സ് ഉണ്ടാവും. നമുക്ക് അവരോട് ചിലപ്പോൾ വാക്കുകൾ കൊണ്ട് നമുക്ക് നമ്മുടെ നന്ദി പറഞ്ഞാൽ തീരില്ല എന്ന് നമുക്കറിയാൻ പറ്റും. അപ്പം നമ്മൾ ചിലപ്പോൾ നമ്മൾ ഇടുന്ന ഒരു വീഡിയോ നമ്മളത് ഒന്നും പറഞ്ഞില്ലെങ്കിൽ പോലും അവർക്കത് കൃത്യമായി മനസ്സിലാകും എന്നുള്ളതാണ്, അവർ എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നുള്ളത്. അപ്പം അത്തരം ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ വീഡിയോസിൽ കൂടി എക്സ്പ്രസ് ചെയ്യണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള നിങ്ങളുടെ സന്തോഷം, നിങ്ങളുടെ നന്ദി, അവരോടുള്ള കടപ്പാട്, കാര്യങ്ങളൊക്കെ വീഡിയോ ആയിട്ടെന്നല്ല, ഒരു വാക്കിൽ കൂടിയോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു മെസ്സേജിൽ കൂടിയോ നമ്മളത് മെൻഷൻ ചെയ്യുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ അവരുടെ ഉള്ളിൽ ഒരുപാട് സന്തോഷം ഉണ്ടാകുന്നുണ്ട് ഗൈസ്. ഇത് എല്ലാവർക്കും ഒന്നും അക്സെപ്റ്റ് ചെയ്യണം എന്നൊന്നും ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും അക്സെപ്റ്റബിളും ആയിരിക്കില്ല. പക്ഷേ കുറേ പേർക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇന്ന് സത്യം പറഞ്ഞാൽ ഈ ഒരു ടോപ്പിക് എൻ്റെ മൈൻഡിലേക്ക് വരാൻ കാര്യം അനീഷേട്ടനാണ് കേട്ടോ ഗൈസ്. ഞാൻ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് നമുക്ക് ഓൾറെഡി നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ കുറച്ച് പ്രഷേഴ്സ് ഉണ്ടാവും നമുക്ക്. അത് കൂടാതെ നമ്മൾ എന്താ പറയുക, നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ ടെൻസ്ഡൊക്കെ ആയിട്ടായിരിക്കും നമ്മൾ വർക്ക് ലൈഫ് കഴിഞ്ഞ് നമ്മുടെ ഒരു ഡ്യൂട്ടി കഴിഞ്ഞ് നമ്മൾ ബാക്ക് ടു വീട്ടിലോട്ട് വരിക. അപ്പോൾ ഞാനിങ്ങനെ ബസ്സിൽ കയറി ഇരുന്ന സമയത്ത് ജസ്റ്റ് ഇങ്ങനെ നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞ് ഫ്രീ ടൈമിലാണല്ലോ നമ്മൾ ഈ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ എല്ലാവരുടെയും നോക്കുക. അങ്ങനെ നോക്കിയ സമയത്ത് അനീഷേട്ടൻ്റെ ഒരു സ്റ്റാറ്റസ് എൻ്റെ എന്താ പറയുക, എൻ്റെ ചങ്കിൽ കൊണ്ടു എന്ന് തന്നെ പറയാം. അപ്പം നിങ്ങൾക്ക് കാണുന്ന ചിലർക്ക് തോന്നും
കെട്ടിയവനോട് പറയാനുള്ളതാണ്. കെട്ടിയവനോടങ്ങ് ഡയറക്റ്റ് പറഞ്ഞാ പോരെ. എന്തിനാ ഈ സ്റ്റാറ്റസ് വന്ന് ഞങ്ങളോട് പറയുന്നേന്ന്. അത് പറയാനുള്ള ഒരു പ്രത്യേക കാരണമുണ്ട് ഗയ്സ്. ഇപ്പം നമുക്കൊക്കെയെന്ന് വെച്ചാൽ എപ്പോഴും കോമൺ ആയിട്ട് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും. ഇപ്പം നമുക്കും നമ്മുടെ ലൈഫ് പാർട്ട്ണർക്കും കോമൺ ആയിട്ട് നമ്മുടെ ഫ്രണ്ട് സർക്കിളിലുള്ള ഫാമിലി ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ടുള്ള കുറേ പേരുണ്ടാവും. അപ്പം അനീഷേട്ടൻ ഇട്ട ഈ ഒരു സ്റ്റാറ്റസ് കണ്ടിട്ട് ആക്ച്വലി പുള്ളിക്കാരൻ മെൻഷൻ ചെയ്തത് പുള്ളിയും ഐ മീൻ വൈഫ് എത്രമാത്രം സപ്പോർട്ടീവ് ആണ് എന്നുള്ള രീതിയിലൊരു സ്റ്റാറ്റസ് ആണ് പുള്ളിക്കാരൻ ഇട്ടത്. സീ ഗൈസ്, നമുക്കൊക്കെ ഒരുപാട് കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ട് ലൈഫിൽ. ഈവൻ നമ്മൾ വെച്ചാൽ സ്പെഷ്യലി ഇപ്പോൾ ലവ് മാരേജ് ചെയ്ത ആളുകളായിക്കോട്ടെ അല്ലാത്ത ആളുകളായിക്കോട്ടെ, ഡെയിലി ചിലപ്പം നമ്മുടെ ലൈഫിൽ വഴക്കുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും അല്ലേ. ഇന്ന് വഴക്കായിരിക്കും, നാളെ ഭയങ്കര സ്നേഹമായിരിക്കും, പിറ്റേന്ന് അതിലും കൂടുതൽ വഴക്കായിരിക്കും അല്ലേ. അപ്പൊ കാണുന്നവർ ചിലപ്പോൾ വിചാരിക്കും ഇപ്പൊ ഇവരങ്ങ് അടിച്ചു പിരിയും. പക്ഷെ എന്താ പറയാ, ഉള്ളിന്റെ ഉള്ളിൽ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമുണ്ട് അല്ലെങ്കിൽ ട്രസ്റ്റ് ഉണ്ട് എന്നുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും ആ റിലേഷൻ മുമ്പോട്ട് പോകുക തന്നെ ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നിട്ടെന്ന് വെച്ചാൽ അനീഷിന്റെ ആ ഒരു സ്റ്റാറ്റസ് കണ്ടപ്പോൾ അനീഷിന് ആക്ച്വലി എന്നോടുള്ള ഒരു ട്രസ്റ്റ് അല്ലെങ്കിൽ എന്താ പറയാ ആസ് എ വൈഫ് എന്തുമാത്രം എന്നെ വിലമതിക്കുന്നു എന്നുള്ള രീതിയിൽ മെൻഷൻ ചെയ്ത ഒരു സ്റ്റാറ്റസ് ആണ് ഇട്ടത്. പേരൊന്നും മെൻഷൻ ചെയ്തില്ല കേട്ടോ, ജസ്റ്റ് ജനറൽ ആയിട്ട് പുള്ളിക്കാരൻ ഒരു സ്റ്റാറ്റസ് ഇട്ടു. പക്ഷേ എനിക്കിത് കണ്ടപ്പോൾ എൻ്റെ ഉള്ളിനുള്ളിൽ വന്നൊരു സന്തോഷമുണ്ട്. ഉം. അത് ആക്ച്വലി ഞാനിപ്പം പുള്ളിക്കാരനോട് ഡയറക്റ്റ് പറയുന്നതിനേക്കാളും ചിലപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ആളിത് കാണുമ്പോൾ ആളിൻ്റെ ഉള്ളിലൊരു സന്തോഷം ഉണ്ടാവും. പക്ഷെ ഞാൻ ഈ വീഡിയോ ഇട്ടത് ആൾക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ. സത്യത്തിൽ ആ ഒരു വീഡിയോ കണ്ട ഞങ്ങൾക്ക് കോമൺ ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ആൾ എന്നോട് പറഞ്ഞു, മോളെ നീ ഭയങ്കര ലക്കിയാണ് ആക്ച്വലി, നിന്റെ ഹസ്ബൻഡ് ഇങ്ങനെയൊക്കെ എന്താ ആളത്രയും നിന്നിൽ ഐ മീൻ സാറ്റിസ്ഫൈഡ് ആയിട്ട് അല്ലെങ്കിൽ എന്താ പറയാ സാറ്റിസ്ഫൈഡ് അങ്ങനെയല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. ആളുടെ ഒരു ഇഷ്ടം കാര്യങ്ങളൊക്കെ ആൾ സ്റ്റാറ്റസിൽ കൂടി എക്സ്പ്രസ് ചെയ്യുന്നുണ്ടല്ലോ. എന്നാലും എൻ്റെ ചേട്ടൻ അങ്ങനെയൊക്കെ ഒന്ന് എക്സ്പ്രസ് ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ചേച്ചിയോട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും പാർട്ട്നേഴ്സ് ഒരുപോലെയല്ല അല്ലേ. ചിലപ്പം ആ ചേട്ടൻ ആ ചേച്ചിയോട് ഇപ്പം ചിലപ്പോൾ അനീഷ് ചേട്ടൻ എൻ്റെ അടുത്തുള്ളതിനേക്കാളും കൂടുതൽ ഒരുപാട് ഇഷ്ടം ഉണ്ടായിരിക്കും. കാരണം ആളുകൾ സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്ന പല രീതിക്കാണ്. ചില ആളുകൾക്ക് ഒരുപാട് സ്നേഹം ഉണ്ടെങ്കിലും പുറത്ത് കാണിക്കാൻ അറിയില്ല. കാരണം നമ്മുടെ പല പേരൻസും അങ്ങനെയാണ്, പല അച്ഛന്മാരും അങ്ങനെയാണ്. ആ കുടുംബം മൊത്തം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ അച്ഛനായിരിക്കും. പക്ഷെ അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള സ്നേഹം ചിലപ്പോൾ അദ്ദേഹം പുറത്ത് കാണിക്കണമെന്നില്ല. കുട്ടികളുടെ മുമ്പിൽ ഭയങ്കര കർക്കശക്കാരനായിട്ടുള്ള അച്ഛനായിരിക്കും അല്ലേ. ചിലപ്പം അമ്മമാരെങ്ങനെ ഉണ്ടാവും. അങ്ങനെയുള്ള പാർട്ട്നേഴ്സും ഉണ്ട് കേട്ടോ. വർക്ക് ലൈഫിൽ വളരെ ബിസി ആയിട്ടുള്ള ആളുകൾ എന്തായാലും അല്ലെങ്കിൽ ലൈഫ് ബാലൻസ് ചെയ്യാൻ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ട് പോകുന്ന ആൾക്കാർ. അത് ചിലപ്പം ഹസ്ബൻഡ് ആയിക്കോട്ടെ വൈഫ് ആയിക്കോട്ടെ, ഉള്ളിൽ ഒരുപാട് സ്നേഹം ഉണ്ടെങ്കിലും അവർക്ക് വാക്കുകളിൽ കൂടിയോ അല്ലെങ്കിൽ വാട്സപ്പ് സ്റ്റാറ്റസിൽ കൂടിയോ ഒന്നും മെൻഷൻ ചെയ്യുന്ന ആൾക്കാരായിരിക്കില്ല. അപ്പൊ ഞാൻ ആ ചേച്ചിയോട് അത് പറഞ്ഞു. അപ്പം ആളെ നമ്മൾ അത് പറഞ്ഞു, ആ ചേച്ചി അങ്ങനെ ആയിരിക്കില്ല, ആളുടെ സ്നേഹം ചിലപ്പോൾ ആള് വാക്കിൽ കൂടി അല്ലെങ്കിൽ സ്റ്റാറ്റസിൽ കൂടി എക്സ്പ്രസ് ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ലോ. ആൾ ആ കുടുംബം നന്നായിട്ട് നോക്കുന്നു അല്ലെങ്കിൽ ചേച്ചിക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തു തരുന്നു അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ നന്നായിട്ട് നോക്കുന്നു. ആ കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ സ്നേഹമാണ് ആ കുടുംബത്തോട് കാണിക്കുന്നത്. അതിപ്പം ലൈഫ് പാർട്ട്നേഴ്സിന്റെ കേസ് ആയിക്കോട്ടെ ആരുടെ കാര്യമാണെങ്കിലും. പക്ഷെ എനിക്ക് പറയാൻ തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഉള്ളിന്റെ ഉള്ളിൽ ഒരു അക്സെപ്റ്റൻസും സ്നേഹവും ഒരു നന്ദി വാക്കും ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് ഗൈസ്. ആരും ചിലപ്പോൾ നേരിട്ട് പറയുന്നില്ലായിരിക്കും. ഇപ്പൊ നീ എനിക്ക് ചെയ്തു തന്ന കാര്യത്തിന് നീ എന്നോട് നന്ദി കാണിക്കണമെന്നൊന്നും ആരും പറയത്തില്ല. പക്ഷെ എല്ലാവരും ഉള്ളിന്റെ ഉള്ളില് ആ ഒരു എന്താ പറയാ നമുക്ക് അവരോട് നന്ദിയുണ്ട്, അവർ നമ്മൾ അവരുമായിട്ട് കടപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ അവരോട് നമുക്കൊരു സ്നേഹം ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞാൽ ഇഷ്ടപ്പെടാത്ത ആരും ഇല്ല ഗൈസ്. പലരും പറയും നിങ്ങൾ അത് പറയേണ്ട കാര്യമുണ്ടോ, അത് എക്സ്പ്രസ് ചെയ്യേണ്ട കാര്യമുണ്ടോ, നാട്ടുകാരെ അറിയിക്കേണ്ട കാര്യമുണ്ടോ, അങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട്. പക്ഷെ ലൈഫിൽ നമ്മളൊക്കെ എന്ന് വെച്ചാൽ ഡെയിലി ലൈഫിൽ നമ്മളൊക്കെ സാധാരണക്കാരാണ് അല്ലെ, മിഡിൽ ക്ലാസ് പീപ്പിൾ അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് എന്നല്ല റിച്ച് ഫ്ലുവൻ്റ് എന്നല്ല ഏത് കാറ്റഗറിയിൽപ്പെട്ട ആളുകളായിക്കോട്ടെ, ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾസിൽ കൂടിയാണ് നമ്മളൊക്കെ ഡേ ബൈ ഡേ കടന്നു പോകുന്നത്. ഇപ്പൊ നമ്മൾ ഓരോ ദിവസം നമ്മൾ പാസ് ചെയ്യുമ്പോൾ നമ്മുടെ ഓഫീസിൽ കൂടെ വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ ബസ്സിൽ ചിലപ്പോൾ നമ്മുടെ സൈഡിൽ ഒന്ന് ഇരിക്കുന്ന ആളായിക്കോട്ടെ, നമ്മൾ ഡെയിലി നടന്നു പോകുമ്പോൾ കാണുന്ന ആൾക്കാരായിക്കോട്ടെ, പരിചിതരോ അപരിചിതരോ ആരും ആയിക്കോട്ടെ, എല്ലാവരുടെയും ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും ഗെയ്സ് അല്ലെ. അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് അവരുടെ ചുറ്റും നിൽക്കുന്ന ആളുകൾ, അവരുടെ കംഫോർട്ട് സോണിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ അവർ മീറ്റ് ചെയ്യുന്ന ആൾക്കാരിൽ നിന്നൊക്കെ ഒരു നന്ദി വാക്ക് കേൾക്കാൻ എല്ലാവരും ഇഷ്ടപ്പെടും. ഇപ്പൊ ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. അപ്പം നമുക്ക് നന്ദി പറയാൻ പറ്റുന്ന അവസരങ്ങൾ അല്ലെങ്കിൽ സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന അവസരങ്ങൾ ഒരു വാക്കുകൊണ്ടെങ്കിലും നിങ്ങൾ അത് എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുക എന്നേ ഞാൻ പറയുന്നുള്ളൂ. അത് ഉള്ളിൽ വെച്ച് കീപ്പ് ചെയ്ത് കൊണ്ടുപോകുന്ന ആൾക്കാർ അവർക്ക് സ്നേഹമില്ലെന്നല്ല അർത്ഥം, അവർക്ക് ഒരുപാട് സ്നേഹം ഉണ്ടാവും. പക്ഷെ അത് നമ്മുടെ ഓപ്പോസിറ്റ് പേഴ്സൺ അത് ചിലപ്പം ഒരു വാക്കുകൊണ്ടെങ്കിലും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പൊ നമുക്ക് കോമൺ ഫ്രണ്ട്സ് ഒക്കെ ആകുമ്പോൾ നമുക്ക് ചിലപ്പം വേണമെങ്കിൽ നമ്മുടെ മറ്റാളോട് പറയാം, ചേട്ടാ അല്ലെങ്കിൽ
ചേച്ചി ആളത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ പലപ്പോഴും ഒരു മാരേജ് കഴിഞ്ഞ ആൾക്കാരുടെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി ചെന്ന് ഇൻക്ലൂഡ് ചെയ്ത് അഡ്വൈസ് ചെയ്യുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. അപ്പോൾ സീരിയസ്ലി ഞാനത് ഒരു വീഡിയോ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അൺമാരീഡ് പേഴ്സൺ ആയിക്കോട്ടെ മാരീഡ് പേഴ്സൺ ആയിക്കോട്ടെ, ഈ വീഡിയോ കാണുന്ന ആണെങ്കിലും പാർട്ട്നേഴ്സിനോട് മാത്രമല്ല, നമുക്കിപ്പോൾ ഒരു നമ്മുടെ ബ്രദറിനോടോ സിസ്റ്ററിനോടോ അല്ലെങ്കിൽ നമ്മുടെ കസിൻസിനോടോ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സിനോടോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നന്ദി എക്സ്പ്രസ് ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ഡയറക്റ്റ് പറയാം. ഓഫ് കോഴ്സ് ഫസ്റ്റ് തിങ് നിങ്ങൾ ഡയറക്റ്റ് അവരോട് പറയുന്നതിനാണ് ഏറ്റവും നല്ല കാര്യം. പക്ഷേ നമ്മളൊക്കെ എന്തേലും സ്റ്റാറ്റസ് ഒക്കെ ഇടുന്ന ആൾക്കാരാണ്. അപ്പോൾ അതും ഇതൊക്കെ സ്റ്റാറ്റസ് ഇടുന്ന കൂട്ടത്തിൽ നമ്മൾ അവരോടുള്ള ഒരു സ്നേഹമൊക്കെ ഒന്ന് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയാൽ വളരെ നന്നായിരിക്കും എന്ന് കരുതി ജീന വന്നിട്ട് ഇന്ന് തൊട്ട് എല്ലാവരും വാട്സാപ്പ് സ്റ്റാറ്റസ് ഇടണം എന്നല്ല കേട്ടോ പറയുന്നത്. ഞാൻ എന്താണ് ഉദ്ദേശിച്ചെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ആ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്നേഹം ഒരു വീഡിയോയിൽ കൂടി അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റസിൽ കൂടി കാണുമ്പോൾ അവരുടെ മനസ്സ് ഒരുപാട് നിറയും ഗൈസ്. അതിന് ഒരുപാട് വാല്യൂ ഉണ്ട്. അപ്പം നമ്മൾ കൊടുക്കുന്ന ആ ഒരു തരി സ്നേഹമാണെങ്കിൽ കൂടി അത് 100 ഇരട്ടിയായിട്ട് തിരിച്ചു കിട്ടും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം നല്ല കാര്യങ്ങൾ നല്ലതായിട്ട് തന്നെ സംഭവിക്കട്ടെ. നമ്മൾ ചെയ്യുന്നത് നല്ലതിനാണെങ്കിൽ കറയും നല്ലതാണ് അല്ലേ എന്നൊക്കെ ഒരു പരസ്യം പറയാറുണ്ട്. അതുപോലെ സീ ഗൈസ്, നിങ്ങളൊന്ന് ചിന്തിക്കുക. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും 1% എങ്കിലും കാര്യമുണ്ട് എന്ന് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിന് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. ഞാൻ വീഡിയോ ഒത്തിരി വലിച്ചു നീട്ടുന്നില്ല, വളരെ ഷോർട്ടായിട്ട് തന്നെ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഡയറക്റ്റ് ഇൻബോക്സിലും പറയാം, നമ്മുടെ വാട്സാപ്പ് കമൻറ്റിലായിട്ടും പറയാം കേട്ടോ. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.